ആ സമയത്ത് വിശ്വാസത്തിൻ്റെ വലിയ വരം എന്നെ ഉജ്ജ്വലിച്ചു. ഞാൻ ആ ബൈബിൾ എടുത്തിട്ട് ഉടനെ തന്നെ പറഞ്ഞു, ഈ ബൈബിളിൽ എവിടെയെങ്കിലും ഈശോ ശവസംസ്കാരകർമ്മം നടത്തിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ച ഇടവക്കാരോട് ചോദിച്ച ചോദ്യമാണ്. ബൈബിളിൽ എവിടെയെങ്കിലും ഈശോ ശവസംസ്കാരകർമ്മം നടത്തിയിട്ടുണ്ടോ? ഈശോ ഒരിടത്തും നടത്തിയിട്ടില്ല. ഈശോ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തി. നമുക്കെല്ലാവർക്കും വചനം ഈ രോഗിയുടെ മേൽ അയച്ച് യെശയ്യാ 53:5 വചനങ്ങൾ അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 4 മാസം കൊണ്ട് രോഗി പൂർണ്ണ സൗഖ്യത്തിലേക്ക്. ഞാനിത് ഇത്രയും പറയുന്നുള്ളൂ. വലിയൊരു ക്ലാസ്സാണ് ഈ വിശ്വാസത്തിൻ്റെ ക്ലാസ്. എനിക്ക് ചെറുപ്പത്തിൽ പട്ടം കിട്ടിയ സമയത്ത് തന്നെ ഈ വിശ്വാസത്തിൻ്റെ ക്ലാസ് കേൾക്കാനും ഈ വിശ്വാസം ഇപ്പോഴും എൻ്റെ ആ താബോറിൽ വെച്ച് മുടങ്ങുന്ന ശബ്ദം, ബ്രദറിൻ്റെ ശബ്ദം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇങ്ങനെ അലയടിക്കാന്ന് പറയില്ലേ, അതേ രീതിയിലാണ് ബ്രദറിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ 19 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു ക്യാൻസർ രോഗിയോ ഒരു മാരക രോഗിയോ എൻ്റെ കൈവിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകൾ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ കാര്യം. ഇപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ അത്ര ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാന്ന് പറയില്ലേ, അതിങ്ങനെ അന്തരീക്ഷത്തിലാണ് മുടങ്ങുന്നത് പോലെ എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ലെങ്കിലും താബോറിലെ ആ അബ്രാഹത്തിൻ്റെ പറഞ്ഞ് ശരിക്കും അന്തരീക്ഷം മുഴുവനും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ചലനം മുഴുവനും പ്രചരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് നമ്മൾ ഏത് ശുശ്രൂഷയുടെ മേഖലത്തിലായാലും ശരി, ഏത് മേഖലയിലാണെങ്കിലും ശരി, വിശ്വാസം ഒരു ഉടമ്പടിയാണ്. അത് ദൈവം നൽകിയ വാഗ്ദാനമാണ്. അത് ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ്. അത് നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി. താങ്ക് യു. എൻ്റെ വളരെ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, സെക്രട്ടറി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാനൊരു സാക്ഷിയും കൂടി പറയാം വിശ്വാസത്തെ പറ്റി. അത് കേട്ടപ്പോഴാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ സ്റ്റീഫൻ ചേട്ടനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ജനുവരിയിൽ വളരെ യാദൃച്ഛയായിട്ട് അസുഖം ആയിട്ട് എഴുന്നേൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ കിടക്കയിലായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യാക്കോബ് 5:15 ഈ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, രോഗി സുഖപ്പെടും, അവൻ എഴുന്നേറ്റ് നടക്കും, അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കപ്പെടുന്നു. കൂടാതെ വേറൊരു വചനം ഇന്നലെ സാറ് എന്നും പറഞ്ഞു, മടിയ നീ ഉറങ്ങരുത് എന്നുള്ളതല്ല. അത് വളരെ 2 വർഷത്തിനുള്ളിൽ എനിക്ക് ഇടയിൽ ഈ സാറിൻ്റെ പഴയ ധ്യാനം ഞാൻ താപോലങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇടയിൽ ഇങ്ങനെ ജനിക്കാറുണ്ട്. ഈ 2 വർഷത്തിൻ്റെ എൻ്റെ പ്രധാന ഹോബി വീട്ടിൽ വന്നാലും ട്രെയിനിലായാലും മൊബൈലിലെല്ലാം വചനം കേൾക്കാം. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അപരാഗത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ചേട്ടൻ്റെ അസുഖം കൂടി കൂടുതലായപ്പോൾ ഡയബറ്റീസ് കൂടി, കിഡ്നിക്ക് അസുഖമായിട്ട് എന്താ പറയുക ഡയാലിസിസ് വരെ എത്തിയ അവസ്ഥ വരെ ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ വിശ്വാസം ദൈവമേ അതിലേക്ക് പോവാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ വിശ്വാസം വർദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. 1 വർഷമായെങ്കിലും അവിടെയൊന്നും പോവാതെ 5-6 ഹോസ്പിറ്റലിൽ പോയെങ്കിലും ഡയബറ്റീസ് ഇന്ന് നോർമലാണ്. അതുപോലെ കിഡ്നി ക്രിയാറ്റിൻ നോർമലാണ്. ഇപ്പോൾ ആ ചേട്ടൻ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ഈ ധ്യാനത്തിൽ വരുന്ന ഞാൻ ഉറപ്പിച്ചെങ്കിലും ഞാനല്ല എൻ്റെ പ്രധാനം, എൻ്റെ ചേച്ചിയും ചേട്ടനെയും മറ്റേ ചേട്ടനെയും കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നു പ്രാർത്ഥിച്ച് 2 മാസം രാത്രിയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ എത്തും. അതിന് മുമ്പ് ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. വത്സ ചേച്ചിയെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ സംഗീതത്തിനെ പറ്റി ധ്യാനം ജപിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. CD കൊണ്ടുപോയി ഞാൻ ഈ സംഗീതത്തിന് ഗാനം കൊടുത്തിരുന്നു. രാത്രി എൻ്റെ കൂട്ട് സംഗീതമാണ്, വിശ്വാസം വർദ്ധിപ്പിക്കാം. അത് അവിടെ ചേച്ചിയും ചേട്ടനൊക്കെ അറിയാം. ഞാനിന്ന് താമസിക്കുന്നതും ചാപ്പലിൽ അതിന് കുർബാനയൊക്കെ നടത്തില്ല, അതുകൊണ്ട് എനിക്ക് കൂട്ട് മാറാവാണ്. അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളെ അതുപോലെ ജ്ഞാനത്തിലേക്കും പ്രാർത്ഥിച്ചു വരുമ്പോൾ സ്വയം ജീവിതത്തിലുള്ള പോരായ്മകളെല്ലാം മാറ്റി വരുമ്പോൾ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം കിട്ടും. ഈ സാക്ഷിയാണ് പറഞ്ഞു
തരാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ചേട്ടനും ചേച്ചി ഇവിടെ എത്തി. വളരെ അത്ഭുതകരമായി ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം ഈ ധ്യാനത്തിന് ബ്രദറിൻ്റെ സാറിൻ്റെ ധ്യാനത്തിന് ഇവിടെ എത്തിക്കും. അതുപോലെ വിചാരിക്കാതെ 2 ദിവസം മുമ്പാണ് എനിക്ക് ലീവ് കിട്ടിയത്. രാത്രി ജോലിയില്ല. ആ കോംപ്ലിമെൻറ്റിലാണ് എനിക്ക് ഇവിടെ നമുക്കും പോകാനും അതുപോലെ ടിക്കറ്റ് വരാനും വണ്ടി ഒരുക്കിയതും വെറും 10-15 മിനിറ്റ് കൊണ്ടാണ് ചേട്ടൻ പറയുന്നത് കൊണ്ടുപോകാൻ. ഉടനെ സ്ത്രീകളായി പാക്കിങ്ങായി അറിയില്ല എങ്ങനെയാണ് ദൈവം ദൈവത്തിന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. അവിടെ സഹനം ഒന്നും നോക്കില്ല. നമുക്ക് ആ ലക്ഷ്യം മാത്രമാണ്. ദൈവം ആ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഓരോ ഘട്ടത്തിലും മുമ്പിലാണ് നമ്മൾ സാറ് പറഞ്ഞു ഈ ജീവിതത്തിൽ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാവുന്ന കുരിശുകളുണ്ടാവും. സാമ്പത്തികമായി ഉണ്ടാവും, ഒരു സമയത്തുണ്ടാവും, വീടുകളുണ്ട്. അത് വീടുകൾ തന്നെയാണ് ഞാൻ അനുഭവിച്ചതാണ്. പിന്നെ എന്നെയും പ്രതി നിൻ്റെ ഭാര്യയും മക്കളും ബന്ധുമിത്രാദികളും ഉപേക്ഷിക്കും, നീ വേർതിരിയും, എന്നെ ഘോഷിക്കും. അത് അനുഭവിച്ചവനാണ്. പക്ഷേ ഞാൻ ഇന്ന് കുറേ വർഷങ്ങളായി ഞാൻ അത് തിരുത്തി. കാരണം ഇന്നലെ സഹോദരി പറഞ്ഞു എന്നെ വെട്ടിയൊരുക്കാൻ വേണ്ടി പലരുടെയും കയ്യെ നീയാവുന്ന പ്രശ്നത്തിന് വെട്ടിയൊരുക്കാൻ വേണ്ടി പലരുടെയും കയ്യെ വെട്ടിയൊരുക്കും. ചിലപ്പോൾ കൊല്ലാൻ വരും. പക്ഷെ അതിലൂടെ എന്നെ ശുദ്ധീകരിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ചേട്ടൻ പരിപൂർണമായി അസുഖങ്ങളെല്ലാം മാറി ചേച്ചിക്കും ഡയബറ്റീസിൻ്റെ നോർമലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പരിപൂർണമായി ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലാത്ത വചനം വിശ്വാസം വർദ്ധിപ്പിക്കാനും ആ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പൂച്ചോല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ 1997 ഏപ്രിൽ 5-ാം തീയതി തൃശ്ശൂരിൻ്റെ അടുത്ത് മണ്ണുത്തി ഡോൺ ബോസ്കോ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ബ്രദറിൻ്റെ ധ്യാനം ആദ്യമായിട്ട് കൂടാനിടയായി. 97 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്നു. അധികം വൈകാതെ ബ്രദറിൻ്റെ ധ്യാനം കൂടാനിടയായി. ഞാനതൊന്ന് പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. വലിയൊരു നീണ്ട സംഭവമല്ല. ഞാൻ അന്ന് ബ്രദറിലൂടെ കേട്ട ഒരു കാര്യം, ബ്രദർ അന്ന് ഇങ്ങനെയൊന്നുമല്ല, ഈ രീതിയിലല്ല നമുക്ക് പലർക്കും അറിയാം. ബ്രദർ അന്ന് ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ മോശമായിട്ട് പറയുന്നതെന്ന് വിചാരിക്കരുത്. ഉള്ള സത്യം പറയാതിരിക്കാൻ പറ്റില്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പറഞ്ഞ ആ വചനം വെച്ചുകൊണ്ട് ബ്രദറിനെ അഭിമാനിക്കാം. ഒരു കാലത്ത് കേരള സഭയെ ഇളക്കി മറിച്ച ഒരു അന്മായൻ എന്നാണ് ഞാൻ തോമസ് പോളിനെ കുറിച്ച് പറയാറുള്ളത്. കാരണം എനിക്ക് എത്ര ബോധ്യം കിട്ടിയ ഒരു സംഭവമാണ്. അന്ന് ബ്രദറിൻ്റെ അനുഭവം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ വചനം പഠിച്ചു, വിശ്വാസത്തോടെ ആ വചനത്തിൽ ശക്തിയോടെ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എനിക്ക് നിന്നെ പറയണമെന്നുള്ള ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് നിന്നെ പറയണം. അങ്ങനെ ആഗ്രഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നതെന്ന് അന്ന് മണ്ണുത്തി ഡോൺ ബോസ്കോ ഹൈസ്കൂളിൻ്റെ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവ് വേറെയോടെ ചോദിച്ചൊരു കാര്യം ഇതാണ്: ആരെനിക്കായി പോകും? ആ കത്തി ഇന്നത്തെ രീതിയല്ല, അന്ന് വേറെ നമുക്കറിയാം, കത്തിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വേറെ രൂപത്തിൽ കൊണ്ടുവന്നാണ്. അപ്പോൾ ആരെനിക്കായി പോകും? ഞാൻ ഓർക്കുകയാണ്, ഏകദേശം ഒരു 400ഓളം പേരുണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ. ഈ 400 പേരുടെ അവരെക്കാൾ ഏറ്റവും ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ ഞാൻ പോകാം. അന്ന് ബഹുമാനപ്പെട്ട അച്ഛനത്തിന് മുമ്പ് പറഞ്ഞ ആ സാക്ഷ്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ പറയാം. അതേ സംഭവം തന്നെയാണ് പറയുന്നത്. അന്ന് ബ്രദർ തോമസ് പോൾ അവതരിപ്പിച്ച അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ ഇന്ന് വിശ്വാസത്തിൻ്റെ വേറെ വഴിയിലൂടെയാണ് ബ്രദർ അവതരിപ്പിച്ചത്. അന്ന് പറഞ്ഞെങ്ങനെയാണ് അബ്രാഹം ഇസ്ഹാക്കിനെയുമൊക്കെ ആയിട്ട് ആ മല കയറിപ്പോകുന്നതും ആ വിറക് വയ്ക്കുന്നതും ആ വാള് പിടിക്കുന്നതും ഒക്കെ ഇങ്ങനെ ശരിക്കും കത്തിച്ചൊലിക്കുന്ന അനുഭവം, എല്ലാവരുടെയും കത്തിക്കുന്ന ഒരു അനുഭവം. അപ്പം ഞാൻ
അന്ന് ബ്രദറിനോട് ഇങ്ങനെ കേട്ടു. അന്ന് മുതൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ലഭിക്കും എന്നൊരു ബോധ്യമാണ് എനിക്ക് അന്ന് കിട്ടിയത്. ഞാൻ അന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പുരാൻ, എനിക്ക് നിന്നെ കാണാം, നിനക്ക് വേണ്ടി ജീവിക്കണം. ബ്രദർ എന്ന് പറഞ്ഞ പോലെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും കർത്താവ് വീണ്ടും ഒരു ധ്യാനം കൂടാൻ എനിക്ക് തോന്നുന്നു 2000-ലാണെന്ന് തോന്നുന്നു. ബ്രദർ തോമസ് പോൾ കേരളത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ വരദാന അഭിഷേക ധ്യാനം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വീണ്ടും 2000-ലാണെന്ന് തോന്നുന്നു. അന്നും ബ്രദറിൻ്റെ ധ്യാനം കൂടാനിടയായി. അന്ന് ആത്മാവെ, പരിശുദ്ധാത്മാവെ ആ പാട്ട് പാടി. അന്ന് ബാബു ബ്രദറാണ്, കണ്ണു കാണില്ലാത്ത ബാബു സഹോദരനാണ്. അവിടെ വെച്ചാണ് എനിക്ക് വചനം പങ്കുവയ്ക്കാനുള്ള ഒരു കൃപ തമ്പുരാൻ തന്നു. അന്നും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ആ വചനം പങ്കുവയ്ക്കാനുള്ള ഒരു കൃപ തമ്പുരാൻ തന്നു. തമ്പുരാൻ ഇന്ന് വചന ശുശ്രൂഷയിൽ തമ്പുരാനെ ഉപയോഗിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്നത്, ഇന്ന് ദിവ്യബലിയുടെ സമയത്ത് തമ്പുരാൻ എനിക്ക് തന്ന ഒരു ബോധ്യം ഇതാണ്. ബ്രദറിനോടൊന്ന് നേരത്തെ പറയണം, ഈ കാര്യം ഒന്ന് പറയണം. കേരള സഭയിൽ അന്ന് ബ്രദർ കത്തിച്ച ആ തീ ഇന്ന് മങ്ങിക്കിടക്കുകയാണ്, ചാരം മൂടി കിടക്കുകയാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു ബോധ്യം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് പറയണം, ബ്രദറിനോട് പറയണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് പറയണമെന്നൊരു തോന്നൽ. ഇന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യം ഇതാണ്. ഞാൻ അതിനെ പല രീതിയിൽ എനിക്ക് കിട്ടിയൊരു ബോധ്യം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെങ്ങനെയാണ്, നമ്മൾ വണ്ടികളുടെ എൻജിൻ ഓയിൽ മാറ്റും. എൻജിൻ ഓയിൽ മാറ്റാതെ കിടന്നങ്ങനെ കുറേ കാലം ഓടിക്കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഇത് കട്ട പിടിച്ച് ഒരുപാട് ടാറിൻ്റെ പരുവത്തിലാവും. ഇതേപോലെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ അന്ന് ബ്രദറിലൂടെ കേരള സഭയിൽ കത്തിച്ച് ജ്വലനം കിട്ടിയ ഒത്തിരി പേര് ഇന്ന് എഞ്ചിൻ്റെ പവർ കൊണ്ട് മാത്രം ഇതിങ്ങനെ തിരിയുകയാണ്. ഈ കട്ട പിടിച്ച ഓയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു ജ്വലനത്തിന് വേണ്ടിയിട്ടുള്ള ഉണർന്ന് എഴുന്നേൽക്കണം. ഞാൻ അതിൻ്റെ പരിശുദ്ധാത്മാവിൽ ബോധ്യം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടത്, ഇരുന്നുകൊണ്ടായിരുന്നു വചനം പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലം. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യം, ഒരിടത്തും ഇരുന്നില്ല, എങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കർത്താവ് അത് എന്തുകൊണ്ടാണ് ഇരുന്ന് വചനം പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ തമ്പുരാൻ അതിൽ നിന്ന് എനിക്ക് തന്നൊരു ബോധ്യം ഇതാണ്, തമ്പുരാൻ വീണ്ടും ബ്രദറിനെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ആ ജ്വലനം. എനിക്ക് പ്രശസ്തനായ വചനപ്രഭാഷകന്റെ ഒരു സാക്ഷ്യം വായിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് പകരം ഞാൻ വേറെ ആളെ കണ്ടെത്തും, എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, രാവിലെ ദിവ്യബലി കഴിഞ്ഞ ഉടനെ പറയേണ്ടതായിരുന്നു. പക്ഷെ അത് പറയാതിരുന്നത് കൊണ്ട് ബ്രദർ ചോദിച്ചു, ഈ ധ്യാനങ്ങൾ ഇനി വേണം. ഇതെന്നൊരു തമ്പുരാൻ നേരത്തെ ഒരു ബോധ്യം തന്നതാണ്, നീ ഇത് പറയണം എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും, അല്ലെങ്കിൽ ഇനി വീണ്ടും ഇതുപോലൊരു കത്തിക്കൽ ബ്രദറിലൂടെ നടക്കാം. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് തമ്പുരാൻ ഇങ്ങനെയുള്ളൊരു അവസരം തന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്നിവിടെന്ന് പറയാൻ പറ്റിയത്. എന്താണ് നമ്മുടെ പ്രത്യുത്തരം? ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ബ്രദറൊന്നുമല്ല അതിൻ്റെ ശില്പി. ആരാണ്? ഓക്കെ, ഇനി ബാക്കിയുള്ളവർ നാളെ പറയാം സാക്ഷ്യം. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഒരു നങ്കൂരത്തെ. ഇപ്പൊ അന്നത്തെ കാലഘട്ടത്തിലുള്ള വചനപ്രഘോഷണവും ഇന്നത്തെ വചനപ്രഘോഷണവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം, കുറെ കൂടി പ്രബോധനാത്മകമായിട്ടാണ് നമ്മളിപ്പോ വളരുന്നത്. കുറെ കൂടി പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പോൾ ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കും. അതെല്ലാവരും പറഞ്ഞേ, അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അബ്രഹാത്തിനോട് കൊടുത്തിട്ട്, ഞാൻ അബ്രഹാത്തിനെ അനുഗ്രഹിക്കുന്നു എന്ന് അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും.
അപ്പോൾ വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്തിലൂടെ അബ്രാഹത്തിലുണ്ടായ വലിയ മാറ്റം ഇതാണ്. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ അനുഗ്രഹത്തിന്റെ പ്രവാഹം വർദ്ധിക്കുകയും ആ വ്യക്തി തന്നെ ഒരു അനുഗ്രഹമാകും. ഇപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഈ ഹിന്ദിയിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോയി ഞാൻ വചനം പറഞ്ഞാൽ ഈ പറയണ വേറൊരു അലയടിയാണ് അവിടെ. അത് എന്താണെന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിലെ ആ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ദാഹവും വേദനയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ പറയുന്ന ക്ലാസ് തന്നെ നോർത്ത് ഇന്ത്യയിൽ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തിരി ഹിന്ദിയിൽ എടുക്കുമ്പോൾ കംപ്ലീറ്റ് വ്യത്യാസമാണ്. ഹിന്ദിയിൽ വചനം പറയുമ്പോൾ വേറെ ഒരു അനുഭവം. ചില സമയത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നിച്ച് വചനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളവിടെ ഈ അച്ഛൻ പറയുന്ന റെഫർ ചെയ്യണ ഈ താബോറിന്റെ ആ പ്രദേശത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ईश्वर ने संसार को इतना प्यार किया, उन्होंने अपने इकलौते पुत्र को संसार के लिए निदान कर दिया. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തന്നെ ഏകജാതനെ നൽകാൻ തക്കവിധം. God so loved the world, he has sent his only son, whoever believes in him shall have eternal life. Listen, your eyes